തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി. 4 സൈഡിനും പോലീസ് അടുത്ത കേസായി. ദൈവമേ, ഇനി ഇതിന്റെ പേരിൽ അടുത്ത കേസ്. തൊപ്പി ഊരിയിട്ട ഷഡ്ഡി വരെ പരിശോധിക്കണമെന്നാ മോളി ഓർഡർ. റാംബോ പോയ വഴിക്ക് തീ വരെ വന്നു. കേസാവോ? ഞാൻ ഇതിന് കൂട്ടിവെക്കോ? എന്റെ പേര് പലയിടത്തും പരാമർശിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഈ കാര്യത്തിൽ ലോകത്താരെയും എനിക്ക് പേടിയില്ല. പേടിച്ചിട്ട് കാര്യമില്ല. അതാണ് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. തൊപ്പി നിയാതെ എനിക്ക് ഞാൻ നിനക്കെതിരെയാണ്. അനാൻഷയുടെ കേസ് അത് വിട്, പുലിവാലാവും. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. അത് പറയാൻ പാടില്ലായിരുന്നു. ഭയങ്കരമായ അപരാധമായിട്ട്. നമ്മളെ മയ്യത്തെടുക്കാൻ നേരായോ നിങ്ങൾ കബഡി വരുത്തി വെച്ചൊന്ന് നോക്കി. ക്ലോസ് സൗഹൃദങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോ കമന്റ്സ് അടിക്കാത്ത ആൾക്കാരുണ്ടോ? കമന്റ്സ് അടിക്കും. എന്താ ഞാൻ കേൾക്കുന്നത്? നമ്മള് നല്ല നല്ല ആന്റിമാരെ ചേച്ചിമാരെ ഒക്കെ വായി നോക്കാറില്ലേ? തെറ്റാണോ അതൊക്കെ? എന്നിട്ട് പിന്നെ അങ്ങനെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. തെറ്റായിരിക്കാം. അതെങ്ങനെ തെറ്റാവുന്നത്? അത് നമ്മളെ കൂട്ടുകാരന്റെ ആരെങ്കിലും ആവുമ്പോ. ഇപ്പൊ എല്ലാരും നെഞ്ചത്തിട്ടടിക്കുക. ഉമാരുടെ തന്നെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. ആണെങ്കിലും ഉള്ളില് നല്ല സന്തോഷം ഞങ്ങൾക്കറിയാം. അത് കാണിച്ചോ. ഇപ്പൊ നമ്മളൊക്കെ ഒരു ടീമാ. ഉമാരെല്ലാരും ഒരുമിച്ചുണ്ടായിരുന്നപ്പോ ഉള്ള കാര്യങ്ങള് ഇവന്മാര് അങ്ങ് പുറത്തു വിട്ട് ഇവന്മാര് തന്നെ വലിച്ചു കുത്തിയിരിക്കുക. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. പിന്നെ എന്റെ കൂട്ടുകാരന്മാരാണ്, നമുക്കറിയാവുന്ന ആൾക്കാരെ. ഇവരെല്ലാരും നമുക്കറിയാവുന്ന ആൾക്കാർ. നിനക്ക് എന്തോ ഒരു അപ്പം കടലക്കറി മേടിച്ചാ നടാ ഞാൻ. അപ്പൊ നമ്മള് ശരിയെന്ന് നോക്കുമ്പോ ശരിയുടെ കൂടെ നിൽക്കും. ഇതിപ്പോ തെറ്റ് ഈ ഒരു അനാൻഷയുടെ കേസിൽ എനിക്ക് തെറ്റായിട്ട് തോന്നി. ഇപ്പൊ ഉള്ള കാര്യം നമ്മളുള്ള പോലെ എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ?